എന്താണ് അവിടെ ആളുമകളൊക്കെ? ഒന്നും പറയണ്ട ചേട്ടാ, ആകെ പ്രശ്ന. എന്ത് പ്രശ്നം? അവിടെ മേനോ സാറിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. വയോധികന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം തുടരുന്നു. സ്ലാബ് പൊളിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. അമ്മയ്ക്ക് പറ്റൂല, സമാധി സമാധി സമാധി. ഈ മാതിരി കാര്യങ്ങളെ പറ്റി നമുക്ക് എത്ര കുറച്ചേ അറിയൂ എന്ന് ആലോചിച്ചു പോയി. അച്ഛൻ കാലം 11:30 ആയപ്പം എൻ്റെ അച്ഛൻ സമാധിയാവണമെന്ന് പറഞ്ഞ് ആ പത്മപീഠത്തിലേക്ക് അച്ഛൻ ചെന്ന് ഇരുന്ന് അച്ഛൻ ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് പരസ്പര ബന്ധമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ വന്നു. പ്രഷറിനുള്ള മരുന്നും ഷുഗറിനുള്ള മരുന്നും ഒക്കെ കഴിച്ചതിന് ശേഷം സ്ലാബിൽ പോയി ഇരുന്നു എന്നാണ് പറയുന്നത്. മരിക്കാൻ പോകുന്നയാൾ പ്രഷറും ഷുഗറിൻ്റെയും ഒക്കെ മരുന്ന് കഴിച്ചിട്ട് പോയ വിചിത്രമായ വാദമൊക്കെ നമ്മൾ കേട്ടു. അതിന്റെ രീതിയിൽ ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നു. പക്ഷെ ആ സമാധി ആവുന്ന അതിൽ ആരും കാണാൻ പാടില്ല, ജീവൽ സമാധിയാണ്, ആരും കാണാൻ പാടില്ല എന്നുള്ള ആണ് അച്ഛൻ പറഞ്ഞത്. അത് പുത്രൻ എന്ന് പറയുന്ന ഇതില് ഞാൻ ആ ധർമ്മം പാലിച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം മക്കൾ ആരെ വേണമെങ്കിലും അറിയിച്ചു. എവിടെയോ എന്തോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട്. ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ കയറി അഭിനയിച്ച അതിഭയങ്കരമായ പെർഫോമൻസ്. ഈ സനന്ദനം പറയുന്ന തീവ്രവാദികൾ എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ യേശുദാസ്? തീവ്രവാദികളല്ലല്ലോ, ഞാൻ അങ്ങനല്ല, ഞാൻ എന്റെ അയൽവാസിയാണല്ലോ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. കല്ലറ പൊളിക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് കുടുംബമാണ്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതോടെ കുടുംബം പ്ലേറ്റ് മാറ്റി. ഹൈക്കോടതി വിധി അംഗീകരിക്കില്ലെന്നായി. ഇനി ആ പരിപ്പ് വേവൂല. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇത്